ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പുറത്ത് പോയിന് കേട്ടോ. വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മളൊന്ന് കുട്ടികളെയും കൂട്ടി ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഒരു ട്രിപ്പ് പോലെ കേട്ടോ. ട്രിപ്പ് എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ടുള്ളത് പൊന്നാനി കർമ്മ റോട്ടിലാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ നിന്ന് എത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ കാര്യമായിട്ടുള്ളത് അവിടെ ബോട്ട് കയറുക എന്നുള്ളൊരു ഇതേ ഉള്ളൂ കേട്ടോ. വേറെ റൈഡുകളൊന്നും അവിടെ ഇല്ല. അപ്പം നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയറുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പേടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ പണ്ടത്തെ ബോട്ട് അപകടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മ വന്നു കേട്ടോ. എന്നാലും കയറി കേട്ടോ. എന്തായാലും ഇപ്പം നമ്മൾ ആ ഓർമ്മ ഉണ്ടെങ്കിലും കയറാതിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കയറി അതാ ജാക്കറ്റൊക്കെ ഇടുക കേട്ടോ. അപ്പം മറിച്ചൊക്കെ ഇട്ട് തിരിച്ചൊക്കെ ഇട്ട് ഓരോരുത്തർ ഉമ്മൊക്കെ മറിച്ചാണ് ഇട്ടിട്ടത്. പിന്നെ അത് കഴിച്ച് മാറ്റിയൊക്കെ ഇടുന്നുണ്ട്. കുട്ടികൾക്കൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ, വലിയവർക്ക്. പിന്നെ അധികം ആളൊന്നും ഉണ്ടായിട്ടില്ല ബോട്ടിൽ. കുറച്ച് പേരുണ്ടായിട്ടുള്ളൂ. കുറച്ചാൾ മേലൊക്കെ ഇരുന്ന് നമ്മൾ താഴെ അങ്ങനെ ഇരുന്ന് പിന്നെ ജാക്കറ്റൊക്കെ ഇടേന് കേട്ടോ. അപ്പം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിന്. പിന്നെ അതാ നമ്മൾ ബോട്ട് ഇങ്ങനെ പുറപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ജാക്കറ്റ് ഇടലൊക്കെ കഴിഞ്ഞു. നല്ല രസമുണ്ടായിന് കേട്ടോ. എന്തായാലും നമ്മൾ നല്ല ആസ്വദിച്ചു. കാരണം തിരക്കൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഏതായാലും ജാക്കറ്റ് ഇടലൊക്കെ കണ്ട് കഴിഞ്ഞു. ഇതാണ്ടില്ല, നല്ല വിശാലമായിട്ട് പുഴ അങ്ങനെ കിടക്കണ കണ്ടില്ലേ നിങ്ങൾ. കുറച്ച് വൈകുന്നേരമൊക്കെ അതിന് കേട്ടോ. ഒരു 4 മണി 5 മണീൻ്റെ ഒക്കെ ആ ഇടയിലാണ് കേട്ടോ നമ്മൾ അവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരും ഇങ്ങനെ കയറുമ്പോൾ നമുക്ക് പേടിയുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് നല്ല പിടിച്ചിരുന്നോന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു പേടിയുണ്ട്. എന്തായാലും ഉള്ളിലൊരു ഭയം ഉണ്ട് കേട്ടോ. പഠിച്ചോ കാക്കട്ടെ, അത്രയേ ഉള്ളൂ. പിന്നെ അപ്പോൾ ഇവരെ കുട്ടികളൊക്കെ എല്ലാം എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അവർക്ക് പിന്നെ ആ ചിന്തകളൊന്നും ഇല്ലല്ലോ. അങ്ങനെ വോട്ട് മറിഞ്ഞൊന്നും അവർക്ക് അറിയില്ലല്ലോ എന്താ ഏതാന്നുള്ളത്. നമുക്കല്ലേ പിന്നെ അതിനെ പറ്റിയൊക്കെ അറിയില്ലേ. അപ്പം ബോട്ട് ഇതാ പുറപ്പെട്ടു കേട്ടോ. നല്ല രസമല്ലേ കാണാൻ തന്നെ, നല്ല ഭംഗിയില്ലേ, എന്താ ഭംഗി. അങ്ങനെ ഞങ്ങൾ കുറേ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ ഇവിടെ പിന്നെ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറി ഡ്രൈവിങ് ഒക്കെ ചെയ്തിട്ടോ. നല്ല രസമുണ്ടായിന് കേട്ടോ. ഓരോ ഇങ്ങോട്ട് തിരിക്കണം അങ്ങോട്ട് തിരിക്കണം എന്നൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ നടുക്കെത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല വൈബായിരുന്നു കേട്ടോ. എന്തായാലും ഈ ബോട്ട് കയറി നല്ല ആസ്വദിച്ചിട്ടോ. നമ്മൾ ഇങ്ങനെ ഒരു അവസരം കിട്ടി ചെയ്ത് അത് നമ്മൾ നല്ല മുതലാക്കി ചെയ്തു കേട്ടോ. അപ്പോൾ അത് അവരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അവർ പറയുന്നത് നമുക്ക് ഇതിൽ ബർത്ത്ഡേ പാർട്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടത്താം. 50 ആളൊക്കെ വെച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യൊക്കെ കേട്ടോ. എല്ലാവരും കൂടി വന്നു കണ്ട് എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഒക്കെ നല്ല സെറ്റാക്കി തരുന്നുണ്ട് കേട്ടോ, നല്ല ആൾക്കാർ കേട്ടോ. ഏതായാലും നമ്മളെല്ലാവരും അങ്ങനെ ഇതൊക്കെ ചെയ്ത് കുട്ടികൾ കയറണം എന്ന് പറഞ്ഞു. പക്ഷേ കുട്ടികൾക്ക് കയറാൻ പറ്റില്ലല്ലോ. അവർക്ക് ഓടിക്കണം എന്ന് പറഞ്ഞാൽ അവർ വാശി പിടിക്കുക. പക്ഷേ അവർക്ക് അങ്ങനെ ഓടിക്കാൻ അവർ കൊടുക്കില്ല. ഇത് നമുക്ക് പിന്നെ പറഞ്ഞു തരുമ്പോൾ അങ്ങോട്ട് തിരിക്കണം ഇങ്ങോട്ട് തിരിക്കണം എന്ന് പറയുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് തന്നതാണ് കേട്ടോ. അപ്പോൾ അതവർ കുട്ടികളൊക്കെ അവിടെ പോയി ഇരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് പേടിയാണ് കേട്ടോ. ഇവരെ ഒറ്റക്കിട്ട് നമുക്ക് പോകാനും പറ്റില്ല. അങ്ങനെയൊക്കെ കേട്ടോ.
എന്തായാലും ഞങ്ങൾ ഹാപ്പി ഉണ്ടോ, ഞങ്ങളെല്ലാവരും കുട്ടികളും വലിയവരൊക്കെ നല്ല ഹാപ്പിയില്ല. കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ നടുവിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ബോട്ടിലൊക്കെ 2-3 വട്ടമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു ബോട്ട് ഡ്രൈവ് ചെയ്യാന്നുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ശരിക്കും ഭയങ്കര നല്ല എൻജോയ് ചെയ്തിട്ടോ, നമ്മളായാലും കുട്ടികളായാലും നല്ല എൻജോയ് ചെയ്തിട്ടോ. എന്താ ഭംഗിയില്ല. കുട്ടികൾ പിന്നെ പാട്ടൊക്കെ ഇട്ടപ്പോൾ ഡാൻസൊക്കെ കളിക്കട്ടോ. പിന്നെ പാട്ടൊന്നും ഇതിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ വോയിസ് കൊടുത്തതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ നല്ല എന്തായാലും എൻജോയ് ചെയ്തു. പിന്നെ ഓരിങ്ങനെ ചാടി കളിക്കുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങോട്ട് വീഴുമെന്നുള്ള. പക്ഷേ ഗ്ലാസ്സൊക്കെ ഉണ്ട് കേട്ടോ, ഒന്നും സംഭവിക്കില്ല കേട്ടോ. നല്ല എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ബോട്ട് യാത്ര. പിന്നെ നമ്മൾ കഴിച്ചിട്ട് ഫോട്ടൊക്കെ എടുത്തിട്ട് അവർ ഒന്ന് മെയിനാകാൻ നോക്കും കേട്ടോ. അവർക്ക് കൊടുത്തിട്ടില്ലേനല്ലോ, അപ്പോൾ നമ്മളത് ഊരിയാണ്ട് അവർ വാങ്ങിയാണ്ട് അപ്പോൾ പാട്ടിനനുസരിച്ച് താളം തുള്ളുക കേട്ടോ അവർ. ഓർക്ക് നല്ല ഹാപ്പിയായി. നമ്മൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒന്ന് കയറിയെന്നുള്ളൂ. ഇവിടെ പിന്നെ കാര്യമായിട്ട് ഈ ബോട്ട് യാത്ര തന്നെ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും കാണാനോ ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. ഒന്ന് ഈ ബോട്ട് യാത്ര മെയിനായിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മളെന്തായാലും എൻജോയ് ചെയ്തു. കുട്ടികളായാലും നമ്മളായാലും ഒക്കെ നല്ലത്. അപ്പം പിന്നെ വരുന്നവരൊക്കെ നല്ല എന്തായാലും ഈ ബോട്ട് യാത്ര ആസ്വദിക്കട്ടോ. പിന്നെ ആൾ കുറവായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്, അത് നമ്മൾ പറയുന്നുണ്ട്. അപ്പം നമ്മളത് കണ്ടപ്പോൾ എല്ലാവരും ഇറങ്ങി വന്നു ചെയ്ത്. അവരൊക്കെ ഇത് പിന്നെ ഓടിക്കാൻ വേണ്ടിയിട്ട് മേലുള്ളവരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് കൂടെ ഒക്കെ ബോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിലൊക്കെ ഫുള്ള് ആൾക്കാരാണ് കേട്ടോ. നമ്മളതിൽ ആൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള ഇതിലായിട്ടോ. അപ്പോൾ ഏതായാലും നമ്മളിനിപ്പോൾ എന്താ ബോട്ട് നിർത്താനായിട്ടുണ്ട്. 3/4 മണിക്കൂർ അങ്ങനെ എന്തോ ആണ്. ഇത് 100 രൂപയാണ് ടിക്കറ്റിന്, ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ. അപ്പം എന്താ ബോട്ട് ഇവിടെ നിർത്തി നമ്മളിങ്ങോട്ട് ഇറങ്ങിക്കൊണ്ട് നിൽക്കട്ടോ. നല്ല രസമുണ്ടായിന്. എന്തായാലും നമ്മളൊക്കെ അടിപൊളിയായിട്ടോ. അപ്പോൾ നമ്മൾ കയറിയ ബോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ മുകളിലും താഴെ 2 നിലയായിട്ടാണ് ഈ ബോട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും അവിടെ കാണാനില്ലല്ലോ. അപ്പം പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പോന്നു. പിന്നെ ഇതിൽ വെച്ച് നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ പോന്നു കേട്ടോ. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ. ബായ്, അസ്സലാമു അലൈക്കും.